അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. സഹോദരന്മാരെ, ഞാൻ ഇതിനു മുമ്പും ഈ നമ്മുടെ മുത്തടം കാസിമി ഉസ്താവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഒരാൾ, അതായത് എന്നെപ്പോലെ തന്നെ ഒരു യൂട്യൂബിൽ ചില വീഡിയോ ഒക്കെ ഇറക്കുന്ന ആളാണ്, ചില കാര്യങ്ങൾക്ക് അഭിപ്രായമൊക്കെ പറയുന്ന ഒരാൾ. ആ ആൾ അഭിപ്രായം പറഞ്ഞതെന്ന് വെച്ചിട്ട് ഒരുപാട് ആലിമ്യങ്ങൾ ഇപ്പോൾ മുത്തടം കാസിമിക്ക് മറുപടി കൊടുത്തില്ല. കാരണം നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല. പക്ഷേ അത് ഇതെല്ലാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഒരുപാട് ആലിമ്യങ്ങളാണ് ഇതിന് മറുപടി കൊടുത്തത്. അപ്പോൾ ആ മറുപടി കൊടുത്തൊക്കെ കണ്ടും കേട്ടും കൊണ്ട് തന്നെ ഒരാൾ പറയുന്നത്, അതായത് അയാളെ ശൈലി മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് മൂപ്പർ പറഞ്ഞത് മനസ്സിലാവാത്തത്, അയാൾ തെറ്റിദ്ധരിക്കരുത്, അയാൾ പറയുന്നതൊക്കെ ശരിയാണ്. അപ്പോൾ നമ്മൾക്കതിൽ അയാൾ ഇതുണ്ടല്ലോ ശൈലി, അയാൾ പറയുന്നതിൻ്റെ ആ രൂപഭാവങ്ങൾ അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഏതായാലും നിങ്ങൾ അയാൾ പറഞ്ഞ ഒരു വീഡിയോ ഒന്ന് കാണും. ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ഇതാ കാസിമി ഇസ്ലാമിൽ നിന്ന് വിരുദ്ധനാണ്. അങ്ങനെ കാസിമിക്ക് മറ്റേ ഏതോ ഒരു ഹുദവിയൊക്കെ, സിംസാൽ ഹക്ക് ഹുദവിയൊക്കെ മറുപടിയൊക്കെ കൊടുത്തിരുന്നു. ഒരുപാട് ആളുകൾ ഈ കാസിം ഉസ്താദിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. നമ്മളൊരാളുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ ആ പ്രഭാഷണം നടത്തുന്ന ഒരാളുടെ ശൈലിയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഓരോ പ്രഭാഷകർക്കും എഴുത്തുകാർക്കും ഒക്കെ ഓരോ ശൈലി ഉണ്ടാവും. ആ ശൈലി കണ്ടില്ലേ, ഇതാണ് അയാൾ പറഞ്ഞ വീഡിയോ. മൂപ്പർ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായില്ലേ? എന്താണ് അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം? അതായത് ഈ മക്ക മദീനത്തേക്ക് പോകുന്നതിനെ പറ്റിയിട്ട് സാധാരണ നമ്മൾ എല്ലാ ആളുകളും വലിയ പുണ്യമായിട്ട് കാണുന്നൊരു പ്രശ്നമാണ്. ആ ഒരു കാര്യത്തിനാണ് തെറ്റിദ്ധാരണ കൊണ്ടാണ്, അല്ലെങ്കിൽ അയാളുടെ ശൈലി നമ്മൾക്ക് മനസ്സിലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഇത് അങ്ങനെ തെറ്റിദ്ധാരണ വന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾ ഒന്നും കൂടി ശരിക്കും ആ വീഡിയോ ഒക്കെ ശരിക്കും കാണണം. അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൽ അപരാധം, എന്താണ് ഇത് തെറ്റ് മൂപ്പുറത്തെന്ന് മനസ്സിലാവും. അല്ലാതെ കണ്ട് ഒരുപാട് ആലിമ്യങ്ങൾ അതിന് മറുപടിയൊക്കെ പറഞ്ഞപ്പോൾ അത് പേര് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ ഹാഷി മദനി, അതുപോലെ തന്നെ സിംസാറുൽ ഹക്ക്, അങ്ങനെ ഒരുപാട് ആലിമ്യങ്ങൾ അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ അവരെല്ലാം വിവരമില്ലാത്തൊരു പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത് അതാണ്. ഒന്നും കൂടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുന്നത്. പിന്നെ മറ്റൊന്ന് എനിക്ക് പറയാൻ വെച്ചിട്ട്, സഹോദര, നിങ്ങൾ ഈ വീഡിയോ ഒന്നും കൂടെ നിങ്ങൾ നേരെ കാണണം. ഏതായാലും എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയുന്നത്, ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടേ ഇല്ല എന്ന് പറയാം എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല. മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ്. ഇത് പറയാനാണ് മുഹമ്മദ് വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തോടുള്ള മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ്. ഞാൻ മരിച്ചാൽ മദീന മൂത്തേടത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം, ഇൻഷാ അല്ലാഹ്. ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികൾ അറബികളാണ്. അറബികളെപ്പോലത്തെ വിഡ്ഢികൾ ലോകത്തില്ല. അറബികൾ മുഹമ്മദ് നബിക്കെതിരാണ്, ഇസ്ലാമിനെതിരാണ്, ഖുർആനെതിരാണ്. ആധുനിക അറബികൾക്ക് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇമാം മഹദി വന്നാൽ മഹദി ഇമാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അറബികളായിരിക്കും. ഇതൊക്കെ പഠിച്ചോളൂ. ഇമാം മഹദിയുടെ ഏറ്റവും വലിയ അനുയായികൾ ഇന്ത്യയിലെ ഹിന്ദു ജനങ്ങളായിരിക്കും. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങളുടെ പല സംഘടനകളും മഹദി ഇമാമിനെതിരായിരിക്കും. കൂട്ടത്തിൽ ഞാൻ പറയാണ്, മഹദി ഇമാമിന്റെ കൂടെ നിൽക്കുക. ഇന്ത്യയിലെ കണ്ടില്ലേ എന്താണ് അതിൽ പറഞ്ഞത്? ഇയാൾ പറയുന്ന വാക്കൊക്കെ ഞങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായ, അതായത് ഇയാൾ പറയുന്നത് മക്ക മദീനത്തേക്ക് പോയിട്ട് യാതൊരു പ്രയോജനമില്ല ആ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ അതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചെങ്കിൽ, നമ്മൾ സാധാരണ നമ്മൾക്ക് ഇയാൾ പറഞ്ഞു പോയിട്ട് എങ്ങനെ താരതമ്യം, ഇയാളെ ശൈലി എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? കാരണം അയാൾ ശരിയായ ശുദ്ധ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഈ ഭാഷ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ ഈ മക്ക മദീനത്തെ പറ്റി അയാൾ ഇങ്ങനെ തീർത്ത് പറയാന്ന്, എനിക്കങ്ങനെ എല്ലാവർക്കും മക്കത്ത് പോയിട്ട് മദീനത്ത് പോയിട്ട് മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു ശുദ്ധ മലയാളമല്ലേ. അതിൽ പിന്നെ വേറെ എന്താണ് ശൈലി കേൾക്കാനുള്ളത്? അപ്പോൾ അയാൾ പറയുന്ന വാക്ക് മനസ്സിലായി. സാധാരണ നമ്മൾ മക്ക മദീനയെ പറ്റി എന്താണ് സാധാരണ പറയാറ്? മക്കത്തെ പള്ളിയിൽ നമസ്കരിച്ച്, മക്കത്ത് പോയിട്ട് നമസ്കരിച്ചാൽ ഇവിടെ നമസ്കരിക്കാൻ 1 ലക്ഷം നമസ്കാരത്തിൻ്റെ കൂലിയുണ്ട്.
പുണ്യം കിട്ടും. അതുപോലെ തന്നെ മദീനത്താണെങ്കിൽ 30,000 50,000 എന്നൊക്കെ പറയുന്നുണ്ട് നിസ്കാരത്തിനെ പറ്റിയിട്ട് കൂലി കിട്ടുമെന്ന്. പിന്നെ നബിൻ്റെ സ്വർഗ്ഗപ്പുകാവണം എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കുന്ന സ്ഥലം, അവിടെ പോയിട്ട് നിസ്കരിക്കാനുള്ള ആഗ്രഹങ്ങൾ. നബിൻ്റെ റൗള ശരീഫ് ഒന്ന് കാണണം. പക്ഷേ നബിൻ്റെ റൗള കാണുന്നില്ലെങ്കിലും അതിനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നബിയുടെ സലാം പറയാൻ അടുക്കുന്ന തന്നെ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഈ കായബത്തിന് മുന്നിട്ട് നിസ്കരിക്കുന്നു, കിബിലക്ക് എതിരിട്ട് നിസ്കരിക്കുന്നത് നമ്മൾ നീറ്റ് ചെയ്ത് നമ്മളെ നാട്ടിലൊക്കെ നിസ്കരിക്കുന്നത് നമ്മളെ കണ്ണുകൊണ്ട് തന്നെ സഹോദരന്മാരെ പോയിട്ട് നമ്മൾക്ക് ആ റൗള ശരീഫ് ഈ കായബം നമ്മളെ കണ്ണുകൊണ്ട് കണ്ടു, ഹജറുൽ അസ്വദ് കണ്ടു, അതുപോലെ തന്നെ ആ പുണ്യ സ്ഥലങ്ങൾ കണ്ടു, നബിൻ്റെ റൗള ശരീഫ് കണ്ടു. മാത്രമല്ല ഒരുപാട് നമ്മൾ ഈ യാത്രയിൽ പല യുദ്ധങ്ങൾ നടന്ന സ്ഥലങ്ങൾ, നബിൻ്റെ ഹിറാ ഗുഹ, പാമ്പ് കടിയേറ്റ ഹിറാ ഗുഹയുണ്ടല്ലോ അത്, അങ്ങനെ ഒരുപാട് പുണ്യപുണ്യപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മളെ കണ്ടുകൊണ്ട് നമ്മൾ ഹൃദയത്തിലേക്ക് വേണ്ടി വിശാലത ഉണ്ടാക്കി, ഈമാൻ്റെ വിശ്വാസത്തിൻ്റെ വിശാലത ഉണ്ടാക്കി നമ്മൾ ഈമാനിൽ ഉറച്ചു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പോകുമ്പോൾ തന്നെ തോബ കഴിഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പുണ്യമുള്ള സ്ഥലത്തേക്ക്, അതായത് 3 സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു പറഞ്ഞു. ഒന്ന് പിന്നെ മക്ക, മദീന, പിന്നെ ഒന്ന് മസ്ജിദുൽ മുഖദ്ദസ്. ഈ 3 സ്ഥലമാണ് പുണ്യമായിട്ട് തന്നെ സന്ദർശനം നടത്താൻ വേണ്ടി പ്രത്യേക സ്ഥലം എന്ന് മനസ്സിലാക്കണം. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ട് പുണ്യം നേടാൻ വേണ്ടി പോകുന്നത് നമ്മളോടാണ് ഈ അബ്ദുൽ ഖാസിം മഹാനവറുകൾ പറയുന്നത്. അയാൾ നമ്മൾ വിമർശിക്കാനും തയ്യാറൊന്നുമില്ല, പക്ഷെ അയാൾക്ക് എന്ത് പറ്റി എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ. കാരണം മൂപ്പര് എന്താണെന്ന് ഈ പറഞ്ഞതിൻ്റെ അർത്ഥങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് കാര്യമില്ലത്. കാരണം അവിടെ ഈ മക്ക മദീനത്തേക്ക് പോയിട്ട് ഒരു പുണ്യവുമില്ല, ഒരു കാര്യവുമില്ല, അത് പോകുന്നത് പറ്റ മണ്ടന്മാർ, വിഡ്ഢികൾ എന്നൊക്കെ അയാൾ പറയുമ്പോൾ അയാൾ ആ പറഞ്ഞ വാക്ക് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന്. പിന്നെ അതിൽ നമുക്ക് ശൈലി മനസ്സിലാക്കേണ്ടത്. ഈ ആ മുന്നേ പറഞ്ഞ ചങ്ങായി ഉണ്ടല്ലോ, ആ ചങ്ങായി പറഞ്ഞ ശൈലി എന്തെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ ശൈലി എന്ന് പറഞ്ഞാൽ അതിന് ഏതാണ് ഈ ശൈലി എന്ന് പറഞ്ഞാൽ, ഈ മനഃശൈലി എന്ന് പറഞ്ഞല്ലോ, ആ ശൈലി ഏതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം അയാൾ ശരിക്കും പച്ച മലയാളത്തിൽ പറയാമെന്ന് പോയതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലയെന്നാണ് അയാൾ പറയുന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ല അയാൾക്ക് എവിടെയോ ഒരു പിഴവ് പറ്റിയെന്ന്. അപ്പോൾ ഇത്രയും ആലിമ്യങ്ങളൊക്കെ ഈ മക്ക മദീനത്തേക്ക് പോകുന്ന പുണ്യത്തിനെ പറ്റിയിട്ട് പറയുമ്പോഴും ഈ ലോകത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരും വയത് പറയുന്നത് നമ്മൾ മക്ക മദീനയായിട്ട് ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ കേൾക്കാറുണ്ട്. അവരൊക്കെ സാധാരണ ഏത് ശൈലിയിൽ പറഞ്ഞാലും, അതായത് ഖുർആൻ, ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ലോകത്തിൽ എല്ലാവർക്കും ഒരേ ഭാഷയാണ്. പിന്നെ അതിലെന്താണെന്നൊരു ശൈലിയുള്ളത്. ചിലപ്പോൾ കാസർഗോഡ് പറയുന്ന ഭാഷയിലായിരിക്കും തൃശ്ശൂർ പറയുന്ന ഭാഷയിലായിരിക്കും മലപ്പുറത്ത്. ഇങ്ങനെയൊക്കെ 14 സ്റ്റേറ്റിലൊക്കെ ജില്ലയിലൊക്കെ ചിലപ്പോൾ വാക്കിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും മലയാളികൾക്ക് ഈ പറയുന്ന ദീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിപ്പോൾ എല്ലാവരും പറയുന്നൊരു വാക്കാണല്ലോ. മക്ക മദീന കാണലും മക്കത്തേക്ക് പോലും ഹജ്ജ് ചെയ്യലും ഉംറ ചെയ്യലും എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പറയാനുള്ള കാരണത്തിൽ ഇത് മുന്നേ ഞാനിതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ആയിട്ട് രണ്ടാമത് ഇത് ഇയാൾ പറഞ്ഞില്ലേ, അയാളെ ഒരു ശൈലി നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റിദ്ധാരണ വന്നെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ എനിക്ക് ആ അദ്ദേഹത്തോട് പറയേണ്ടത് വെച്ചെങ്കിൽ ഇത് നമ്മൾ ഈ ദീനിനെ ഫസാദാക്കുകയാണ്. കാരണം വെച്ചെങ്കിൽ ഇപ്പോൾ കാണുന്നില്ല ഒരുപാട് ആളുകൾ ഇപ്പം CM മടവൂരൊക്കെ പോയിട്ട് നമ്മളൊന്ന് കബറിന് ചുറ്റിയാൽ മക്കത്ത് പോയി ഈ കായബൻ തവാഫ് ചെയ്തതിന് തുല്യം എന്ന് പറയുന്ന പണ്ഡിതന്മാരൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇതിന് പ്രോത്സാഹനം കൊടുത്താൽ ഈ ദീന എവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതല്ല മുത്തഹം ഖാസിമിക്ക് വിവരമില്ല എന്നല്ല നമ്മൾ പറയുന്നത്. കാരണം തെറ്റായിരിക്കും പറ്റാം, അല്ലെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും പിഴവ് വരാം, അതിനെ തിരുത്തുക എന്നുള്ളത് കണ്ട് മറ്റൊരു ചാനൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി അയാൾക്ക് സപ്പോർട്ടായിട്ട് അയാൾ പറഞ്ഞത് ശരിയെന്ന് ഒരുപാട് ആലിമ്യങ്ങൾ പറഞ്ഞത് തെറ്റെന്ന് പറയുന്നത് ന്യായമില്ല എന്നുള്ളത് എനിക്ക് അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? തിരുത്തണമെന്ന് പറയാനുള്ള കാരണം കാസിമിക്കാന്ന് തെറ്റിയിട്ടുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അല്ലാതെ കണ്ട് വേറെ കേൾക്കുന്നവർ കാര്യത്തിൽ തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും ഇത് അറിയുന്ന ഭാഷയാണല്ലോ മലയാളത്തിലല്ലേ പറയുന്നുള്ളത്. അത് അയാൾ ശരിക്കും ശുദ്ധ ഭാഷയിൽ തന്നെ അയാൾ പറയുന്നുണ്ട്. എല്ലാവരും മക്കത്തേക്ക് പോയിട്ട് മരിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾ, പക്ഷേ ഞാൻ അങ്ങനെ വിജയിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ. പിന്നെ ഏത് ശൈലിയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, വേറെ ഏത് ശൈലി? അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ ആളുകൾക്കൊന്നും അവർ സപ്പോർട്ട് ചെയ്യരുതെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ദയവ് ചെയ്തിട്ട് അതൊക്കെ ഒഴിവാക്കണമെന്ന് പറയാനുള്ളത്. ഈ വീഡിയോയിൽ എന്ത് തെറ്റുകുറ്റങ്ങൾക്ക് ക്ഷമിക്കണം. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.